അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചാണ്. ആ വ്യാഖ്യാനം വരാൻ അതിന് ഏത് സ്വപ്നമാണ് കാണേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം എല്ലാ സ്വപ്നവും ഫലിച്ചു കൊള്ളണമെന്നില്ല. എല്ലാ സ്വപ്നത്തിനും വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ ആ വ്യാഖ്യാനങ്ങളിൽ ഉള്ളതുപോലെ തന്നെ സംഭവിച്ചു കൊള്ളണം എന്നത് വ്യാഖ്യാനങ്ങൾ തെറ്റായത് കൊണ്ടല്ല, നമ്മൾ കാണുന്ന സമയവും സാഹചര്യവും വ്യക്തികൾക്കൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ സംഭവിക്കുക. അപ്പോൾ കുറേ ജനങ്ങൾ, അത് ചിലപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നതാവാം, ഏതെങ്കിലും സ്ഥലങ്ങളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടും എന്നുള്ളതാവാം. ദുനിയാവും അതിൻ്റെ അഹിലുകാരും പിന്നെ ദാരിദ്ര്യം ഓനിക്ക് പിടികൂടും. ദാരിദ്ര്യം എന്തുണ്ടാകും? അവന് പിടികൂടും. പിന്നെ ഖബറിൻ്റെ മേലിലും അറിയിക്കുന്നുണ്ട്. ഖബർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാവാം. ഇതൊക്കെ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. അത് ഏത് സ്വപ്നം കണ്ടാലാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നത്? കുറേ ജനങ്ങളും പിന്നെ ദുനിയാവും അതിൻ്റെ അഹിലുകാരും പിന്നെ ദാരിദ്ര്യം പിന്നെ ഖബർ, ഇതൊക്കെ എന്തിൻ്റെ മേലാണ് അറിയിക്കുന്നത്? ഏത് സ്വപ്നം കണ്ടാലാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനം വരുന്നത് എന്നുള്ളതാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചിട്ട് മഹാനായ മുഹമ്മദ് അലിയുൽ കുത്തുബി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 67-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? മഹാനവരുകൾ പറയുന്നു, ഒരാൾ മണ്ണ് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം കുറേ ജനങ്ങൾ എന്നാണ്. കുറേ ജനങ്ങൾ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടും, ഒത്തുകൂടും എന്നുള്ളതാവാം. പിന്നെ ദുനിയാവും അതിൻ്റെ അഹിലുകാരും, ദുനിയാവിൻ്റെ അഹിലുകാരും എന്നും ഇതിന് വ്യാഖ്യാനമുണ്ട്. മാത്രമല്ല, ദാരിദ്ര്യത്തിൻ്റെ മേലിലും ഖബറിൻ്റെ മേലിലും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഖബർ എന്നുള്ളത് മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതാവാം. ഇനി ദാരിദ്ര്യം അവനുണ്ടാകും എന്നുള്ളതിനും ഈ മണ്ണ് സ്വപ്നം കണ്ടാൽ അതിന് വ്യാഖ്യാനമായിട്ട് മഹാനായ അലിയുൽ കുത്തുബി എന്നവർ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.